I got these pens, crayons and everything. Welcome to Koblenz. It's a nice day in Koblenz so much. അപ്പോൾ വെൽക്കം ടു കോബ്ലെൻസ്. ഇവിടെ നമ്മൾ ഒരു 1 ഡേ ടൂറിന് വന്നേക്കാണ്. രാവിലെ നമ്മൾ നിങ്ങൾ കണ്ടു കാണും, ട്രെയിനിൽ കയറി നമ്മൾ 2 hours ജേർണി കഴിഞ്ഞ് ഇവിടെ വന്നേക്കാണ്. ആൻഡ് 1 ഡേ ആണ്. നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോവും. അപ്പോൾ ഇപ്പം നമ്മളിതേ ബാക്കിൽ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് ഇറങ്ങി നമ്മളിത് ഇവിടെ വന്നിപ്പോൾ ഇപ്പുറത്ത് കാണുന്നതൊക്കെ ബസ് സ്റ്റോപ്പുകളാണ്. അപ്പോൾ ബസ്സൊക്കെ ഒന്ന് തപ്പി കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണും. അപ്പിയല്ല, തപ്പി. സോറി, എൻ്റെ കുഞ്ഞിങ്ങനെയാണ്. അപ്പം ബസ് സ്റ്റോപ്പൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കണ്ട് ബസ്സിനെയൊക്കെ ഒന്ന് തപ്പി ബസ്സിൽ കയറി ഇവിടെ അടുത്തൊരു റിവർ സൈഡ് ഉണ്ട്, അവിടെ പോയി കുറച്ച് എക്സ്പ്ലോർ ഒക്കെ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, സോ വെൽക്കം ടു Koblenz. അങ്ങനെ നമ്മൾ അറ്റാച്ച്ഡ് ആദ്യം ഒരു കോഫി കുടിച്ചൊന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. കോഫി കുടിക്കാൻ വേണ്ടി നമ്മളൊരു കഫേയിൽ വന്നേക്കുകയാണ്. കൂടെ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. കേക്കും കഴിച്ച് കോഫിയും കുടിച്ച് നേരെ നമ്മൾ എന്നിട്ട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങും. ഇവിടെ മീനാക്ഷി having the coffee with cake. It's a special cake and it's with vanilla and nuts with chocolate. It will be so tasty for me. Favorite color is white and pink and it's so beautiful, but it's not real at all. It is fake because it's not like... Oh, it's not real? No. It's a fake and look at this is also wow. This is the cake. Vanilla. Vanilla there. It's rose. See?
We're gonna go to the beach. ഇതൊന്നും അല്ല ചെയ്യാൻ പോകുന്നത്. നമ്മളിനി ഇവിടെ നടിയിച്ച് ഇവിടെ കുറേ പാത്ത് വേ ഉണ്ട്. അവിടെ കൂടെ കുറേ നമ്മൾ നടന്നു അവിടെ കൂടെ നമ്മൾ കുറേ നടന്ന് അവസാനം നമ്മൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ലഞ്ച് കഴിക്കും. അത് ഇനി വീണ്ടും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോകും. അല്ല, പാർക്ക് പോവും, തിരിച്ചു പോവും. ഇപ്പം മീനാക്ഷി ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ നടക്കുവാണ്. ഇത്രയും നേരം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ആ ഫുട്പാത്തിൽ കൂടെ നടക്കുക കേട്ടോ. കുറച്ച് ദൂരം ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു റോപ്പ് വേ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്കിങ്ങനെ റോപ്പിൽ കയറി കണ്ടോ, എൻ്റെ തുടക്കം അവിടെയാണ്. ആ റോപ്പിൽ കയറി അവിടുന്ന് നമുക്ക് റോപ്പ് കാറിൽ കൂടെ ഇങ്ങനെ റൈഡ് ചെയ്ത് ഇപ്പുറത്തോട്ട് പോകാം. മേ ബി ഒരു അഡ്വഞ്ചറസ് ഒരു സ്പോട്ട് പോലെ ആയിരിക്കാം. ഇപ്പോൾ ഇതുവരെ നമ്മൾ ആരെയും കണ്ടില്ല, പക്ഷേ അതിവിടെ അവൈലബിൾ ആണ്. ടിക്കറ്റ്സ് എടുക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. You go, Meenakshi. Go. Ducks were everywhere, but we can't hear them. They eat grass. That is their food. Water out there. That is their food. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേബിൾ കാർ. ഇവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം കേട്ടോ. ഇവിടെ സമ്മറിൽ വരുമ്പോൾ ഈ ട്രീസ് മൊത്തം ലീവ്സ് ആയിരിക്കും. ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പോൾ നമ്മൾ വിൻ്ററിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ ലീവ്സൊക്കെ പോയി മരത്തിലൊന്നും ഇല്ലാണ്ടിരിക്കുന്നത്. ഓൾസോ നമ്മൾ ഈ കാണുന്നത് ഞാനീ പറഞ്ഞ റോപ്പ് റൈഡിനുള്ള സംഭവം. കുറച്ചുണ്ട് ക്ലോസ് വ്യൂ. ജസ്റ്റ് റൈഡ് ചെയ്ത് അപ്പുറത്തേക്ക് പോകും. Meenakshi, I can't hear anything. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് സ്ട്രീറ്റ് വഴി ഞാൻ നടക്കുമ്പോഴാണ് ഈ ഒരു ചേർച്ച് കണ്ടത്. കയറി നോക്കിയപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു വലിയ ബെല്ലാണ്. വോളണ്ടിയർ ചെയ്യാൻ നിൽക്കുന്ന ലേഡിയാണ് കേട്ടോ നമുക്കിതിൻ്റെ പിന്നിലുള്ള കഥ പറഞ്ഞു തന്നത്. ഇവിടെ വാർ നടന്നപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ കുറേ ബോംബ് മെറ്റൽസ് വെച്ചാണ് അത്രേ ഈ ബെല്ലുണ്ടാക്കിയിരിക്കുന്നത്. തിരിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു പീജൻ്റെ പടവും സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു സിമ്പലും ആ ബെല്ലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ തന്നെ ഭയങ്കര ഡിഫറെൻ്റായിട്ട് ഫീൽ ചെയ്തു. ഇത് ചേർച്ചാണോ എന്ന് തന്നെ നമുക്ക് ഡൗട്ട് തോന്നി. പക്ഷേ ജീസസിൻ്റെ പടമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ.
എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും റിവർ സൈഡിലേക്ക് പോയി കുറേയും കൂടെ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. അവിടെ ഒരു ഫേമസ് സ്പോട്ടിലോട്ട് പോകാനാണ് കേട്ടോ നമ്മൾ ഈ നടക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ നടന്ന് അവസാനം ആ സ്പോട്ടിൽ എത്തി. ഇതാണ് കോബ്ലൻസിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള സ്പോട്ടായ നമ്മുടെ സ്വന്തം ഡോയ്ച്ചസ് എഗ്. ഡോയ്ച്ചസ് എഗ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ കോർണർ എന്നാണ് അർത്ഥം. ഈ കുതിരപ്പുറത്തിരിക്കുന്ന വേറെ ആരും അല്ല കേട്ടോ, ഇത് വില്യം I ജർമ്മൻ ഫസ്റ്റ് എംപയറാണ്. അപ്പം ഇവിടെ ഈ ഒരു സ്റ്റാച്യൂവിന് ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. ഇത് റിവർ നമ്പർ 1 മോസൽ റിവർ, വൺ ഓഫ് ദ ഫേമസ് റിവറാണ്. ആൻഡ് ഇത് റിവർ നമ്പർ 2. ഈ റിവർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മേജർ റിവർ ഓഫ് യൂറോപ്പാണ്. ഈ വലിയ റിവറിൻ്റെ പേര് റൈൻ എന്നാണ്. ഈ 2 റിവറും കൂടെ ഒന്നിക്കുന്നതിൻ്റെ ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഈ 2 റിവറും കൂടെ ഒന്നിക്കുന്ന ഈ ഒരു സ്പോട്ടാണ് ഈ ഒരു സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു 2 റിവറും കൂടെ ഒന്നിക്കുന്ന സ്ഥലം കാണാൻ വേണ്ടിയാണ് എല്ലാ സ്ഥലത്തു നിന്നും ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് ഈ ഒരു സ്പോട്ട് കണ്ടിട്ടേ തിരിച്ചു പോകാറുള്ളൂ. ഇത് കോബ്ലൻസ് എന്ന് പറയുന്ന സ്ഥലത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. എല്ലാവരും ഇവിടെ വരുന്നത് തന്നെ ഈ സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടന്ന്, ഈ റിവറിൻ്റെ സൈഡിൽ കൂടെ നടന്ന് ഈ ഒരു സ്റ്റാച്യു കാണാൻ വേണ്ടിയും അവിടുത്തെ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയുമാണ്. അപ്പോൾ നമ്മളും അതേപോലെ തന്നെ സ്ട്രീറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മളിതേ മെയിൻ ആയിട്ടുള്ള സ്പോട്ട് കണ്ടു. ഇപ്പോൾ വൈകുന്നേരം നമ്മളിതേ തിരിച്ച് സ്ട്രീറ്റിൽ കൂടെ തന്നെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ കണ്ട ഒരു സ്റ്റാച്യു ആട്ടോ ഇത്. ഈ സ്റ്റാച്യുവിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ താഴെ ഇങ്ങനെ ബോട്ടിൽ തുഴയുന്ന ആൾക്കാരെ പോലെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. മീനാക്ഷി അവിടെ ഓടിക്കളിക്കുകയായിരുന്നു. അവൾക്ക് കുറേ നേരമായി ബോറടിച്ചിരിക്കുന്നു എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൾക്കൊരു കുട്ടി ഓടുന്നത് കണ്ടപ്പം അവളും കൂടെ ഇരുന്ന് ഓടിക്കളിക്കാൻ തുടങ്ങി. എന്തായാലും നമ്മൾ തിരിച്ച് സ്ട്രീറ്റിൽ കൂടെ നടന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. കുഞ്ഞൊരു ട്രിപ്പായിരുന്നു. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുവാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഉഗ്രം വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.